ബോസ്, നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി സാധനങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യുന്നതെന്ന് കാണിച്ചാലോ? പിന്നെന്താ, നമുക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് mannercraft.com എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് നമ്മുടെ കാറ്റഗറീസൊക്കെ ഉണ്ട്. ബ്രാസ് ലാംപ്സ്, ഹോം ഡെക്കേഴ്സ്, അല്ലെങ്കിൽ ഗ്യാസ് ടേൺ, ഇന്ത്യാരി ഉരുളി, ആറന്മുളക്കണ്ണാടി, വുഡ് ഡെക്കർ, അങ്ങനെ പല ടൈപ്പിലുള്ള നമ്മുടെ കാറ്റഗറീസ് അവിടെ അവൈലബിൾ ആണ്. ഇനിയും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നിലവിളക്കാണ് നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ നേരെ ബ്രാസ് ലാംപ്സിൻ്റെ കാറ്റഗറിയിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. അതിലിപ്പം ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിൻ്റെ ഫോട്ടോസോ ഡീറ്റെയിൽസും ഇപ്പോൾ യൂട്യൂബിലേക്കുള്ള ലിങ്കും പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് യൂട്യൂബ് ലിങ്കും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിളക്കിൻ്റെ ഡിഫറൻറ്റ് സൈസ്, നിങ്ങൾക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് അതെല്ലാം ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ വിളക്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിളക്കിൻ്റെ ഇപ്പം 42 ഇഞ്ചൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് അത് ബൈ ചെയ്യാവുന്നതാണ്. ഇനി എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റും കൂടെ ബൈ ചെയ്യണമെങ്കിൽ നേരെ ഹോം പേജിലേക്ക് പോയിട്ട് നിങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ ഉരുളിയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോം ഡെക്കറിൻ്റെ കാറ്റഗറീസിൽ കയറി നിങ്ങൾക്ക് ഉരുളി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉരുളിയുടെ എങ്ങനെയാണ് ഫോട്ടോസും ഡീറ്റെയിൽസും സൈസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഉരുളി എത്ര ക്വാണ്ടിറ്റി വേണോ അതുമെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി വേറെ പ്രൊഡക്റ്റ്, ഒരു ഗ്യാസ് ടേൺ പ്രൊഡക്റ്റും കൂടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഡയറക്റ്റ്ലി അതും കൂടി നമുക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നേരെ കാർട്ടിലേക്ക് നിങ്ങൾക്ക് പോയി അവിടുന്ന് ഇപ്പോൾ പ്രൊഡക്ട്സ് നിങ്ങൾ ആഡ് ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം കാർട്ടിൽ തന്നെ കാണും. അത് സെലക്ട് ചെയ്തിട്ട് നേരെ പ്രൊസീഡ് ടു ചെക്കൗട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ നെയിമും മെയിൽ ഐ ഡിയൊക്കെ അടിച്ച് പാസ്വേഡും അടിച്ചു കൊടുത്ത് ഡയറക്റ്റ് കയറാവുന്നത്. അതല്ല നിങ്ങൾ പുതുതായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നെയിമും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഡെലിവറി ഡീറ്റെയിൽസ് ഒക്കെ അടിക്കാൻ വേണ്ടി ഒരു പേജ് വരുന്നതാണ്. നിങ്ങൾക്കത് ഫില്ല് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ കാർട്ടിൽ നിന്ന് നിങ്ങളുടെ എന്തൊക്കെയാണോ പ്രൊഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് പ്രൊസീഡ് ടു ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കൊരു പേയ്മെൻറ്റിൻ്റെ ഒരു പേജ് വരുന്നതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് UPI ആണെങ്കിൽ ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണോ കാർഡാണോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യാൻ ആ ഒരു നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പേ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഡെലിവറി ഡീറ്റെയിൽസൊക്കെ SMS ആയിട്ടും മെയിലായിട്ടും ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് തന്നെ എത്തുന്നതാണ്.